മുടിക്ക് നിഴലുണ്ടാകുമെന്ന്. ഇതിലേതാണ് ശരി? അടുത്ത ചോദ്യം. ഇങ്ങനെ ചോദിച്ചാൽ ചോദ്യം തീരില്ല. 12 ചോദ്യങ്ങളായി. നിങ്ങൾ ഇങ്ങനെ കഴിച്ചിലായി പോകാൻ പറ്റൂല. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അവസാനമായി പറയട്ടെ, നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ ഒരുപാട് തരത്തായി സംവാദങ്ങൾ നടക്കാൻ ശ്രമം നടക്കുന്നത്. ശാഖയിൽ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കും, സംവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ട്, കൊടുത്തോളി എഴുത്തുകാരെയും. അവസാനം പറയും ഷഹറെ മുബാറക്കിനെ പറ്റി ചർച്ച ചെയ്യുക, നമുക്ക് കാരന്തൂർ മർക്കസിന്റെ മുടി മാത്രം ചർച്ച ചെയ്യാൻ പറ്റില്ല, പ്രശ്നം പൊളിയും. ഏറ്റവും അവസാനം തൃശൂർ ജില്ലാ SKSF ഇവരെ വെല്ലുവിളി സഹിക്കാനിട്ട് എഴുത്തു കൊടുത്തു. കാരന്തൂർ മർക്കസിലെ വിവാഹത്തെ കുറിച്ച് സംവാദം നടത്താൻ ഞങ്ങൾ റെഡി, നിങ്ങൾ റെഡി ഉണ്ടോ ചോദിച്ചു. അവർ മറുപടി കൊടുത്തു. ഓണപ്പള്ളി പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിന് യോഗ്യരല്ല, ഇത് ഞങ്ങളെ പരിധിപ്പെട്ടല്ല, ഒഴിഞ്ഞു മാറി. എന്നാൽ യോഗ്യരും പരിധിപ്പെട്ടതല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ്. ഉത്തരവാദപ്പെട്ട സംസ്ഥാന ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ്, ആദരണീയരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ്. നിങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട ഒരു സംഘടന ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുഷാവറ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുന്നി യുവജന സംഘമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടന ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാമല്ലോ. നിങ്ങൾ പരസ്യമായി ഈ വിവാദമുടിയുടെ കല്ലും നെല്ലും വേർതിരിച്ചാൻ, കേരളീയ മുസ്ലിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ പരസ്യമായി സംവാദം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി ലെറ്റർ കൈമാറുക. ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജനങ്ങളെ